രാത്രിക്കും പകരം ഏത് സമയത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? ഇതെന്തിനാ പോലീസ് ഇങ്ങനെ തുറക്കി കൊണ്ടുപോകണം? ഇയാൾ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ, സാധാരണക്കാരനാണ് അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാള്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർത്ത് വിളിക്കുന്ന ഒരു ദിവസം കൈകൂമ്പിളി കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് ബുദ്ധിമുട്ട് വന്നാലും നോക്കാൻ നിൽക്കണ്ടേ? ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ. ഇന്നലെ 3 ദിവസമായി നിങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ പൊതിയുന്നത്. അനങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? കടന്നുറങ്ങാൻ സമ്മതിക്കുന്നുണ്ടോ? ആലോചിക്കണ്ട നിങ്ങളൊക്കെ. കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ അറിയിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല, ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതിനെക്കോട്ടെ നാട്ടിലൊരു പ്രസ്ഥാനമല്ലേ, ഒരു പ്രയാസത്തില്ലേ, പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടല്ലേ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ ഒരു പ്രത്യേകത ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. അങ്ങനത്തെ ഒരാളാണോ ബോച്ചെ? നിങ്ങൾ പറയും. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35 നോട്ടീസ് കൊടുത്താൽ ഹാജരാവേണ്ട ഒരു മനുഷ്യൻ ഇയാളെന്താ പൊറുക്കിക്കൊണ്ടിരുന്നത്? പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. തിരക്കുണ്ടാകാം. ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ, ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. ഞാനും സൗദി ജയിലിൽ കണ്ടുള്ള വളരെ നല്ലൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. ഒരു മുസ്ലിമിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി ഇറങ്ങി നോക്കിയപ്പം ഏറ്റവും വലിയ അതിശയമാണ്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി 1 ഗ്രാം സ്വർണം മേടിക്കുന്നെങ്കിലും അദ്ദേഹത്തിനെ വാങ്ങുന്നുള്ളൂ. 18 വർഷം അനുഭവിച്ച വേദനയ്ക്ക്. കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. കേരളം കണ്ട, ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു മനുഷ്യ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പുണ്യം. ദൈവത്തിന് സ്തുതി പറയണം. നമുക്കത് വലിയ സന്തോഷമായി. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ബോബി ചെമ്മണ്ണൂർ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തെ 2 രീതിയിലാണ്. ഒന്ന് ഡബിൾ മീനിങ്ങിലൂടെയും, അതായത് ഡബിൾ മീനിങ് പ്രയോഗിക്കുന്നതിലൂടെ തന്നെയും, മറ്റൊന്ന് അദ്ദേഹം ചെയ്യുന്ന സഹായങ്ങൾക്ക് അല്ലെ, ചാരിറ്റിയിലൂടെ ചെയ്യുന്ന സഹായങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അയാൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സഹായമാകുന്നുണ്ട്. അത് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. ആ ഒരു സഹായം നീട്ടി വാങ്ങിച്ച ആളുകൾ ഒരിക്കലും അദ്ദേഹത്തെ തള്ളി പറയത്തില്ല. പിന്നെ ഡബിൾ മീനിങ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം എന്ന് വേണം പറയലേ. പക്ഷെ അത് പലപ്പോഴും അതിര് കിടക്കുന്നുണ്ട് എന്ന് മലയാളികൾക്ക് തോന്നാറുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം തന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തന്റെ അഭിപ്രായങ്ങളെല്ലാം ഇങ്ങനെ പുറത്തു പറയുന്നത് ഈ ഒരു ഡബിൾ മീനിങ്ങിലൂടെ തന്നെയാണ്. അത് ശരിക്കും അത് അദ്ദേഹത്തെ വെട്ടിലാക്കി എന്ന് വേണം പറയാൻ. ഹണി റോസ് ഇവിടെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ അദ്ദേഹത്തെ ചൊവ്വാഴ്ച വരെ എന്തായാലും ഒരു തീരുമാനം ഇല്ലാതെ ജയിലിലാകണം എന്നുള്ള ഒരു വാർത്ത വന്നത്. ശരിക്കും ഈ ഒരു കാര്യത്തിനോട് പലർക്കും വിയോജിപ്പ് തന്നെയാണ്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് ഇറങ്ങി ഹണി റോസിനെതിരെ പ്രതികരിക്കുകയാണ്. ഹണി റോസിന്റെ പ്രതികരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ബോച്ചയെ ന്യായീകരിക്കുന്നതല്ല. ബോച്ച് ചെയ്തത് തെറ്റാണ്. അത് ഓരോ മലയാളികൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഡബിൾ മീനിങ് ആണല്ലോ ഇത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അതിനുള്ള ഇടവരുത്തിയത് ഹണി റോസ് തന്നെയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പൊതുവെ രാഹുൽ ഈശ്വറിന് മാത്രമല്ല, ഓൾറെഡി മലയാളികൾ ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ഹണി റോസിന്റെ വേഷവിധാനം കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലേ. രാത്രി ബെഡ്റൂമിൽ ധരിക്കേണ്ട വേഷങ്ങൾ ഇട്ടാണ് ഹണി റോസ് പലപ്പോഴും വേദികളിലും അല്ലെങ്കിൽ ഇനാഗുറേഷനിലൊക്കെ വരുന്നത് തന്നെ. ശരിക്കും അത് നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് അരോചകം തോന്നാറുണ്ടല്ലേ. ടിവിയിലൂടെ കാണുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ വേഷമിട്ട് എങ്ങനെ ഇവർക്ക് വരാൻ കഴിയുന്നു എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അത് അവര് ഒരു സിനിമാ നടി ആയതുകൊണ്ടും അവർക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവര് ധരിക്കുന്നത്. അവരുടെ വേഷത്തെക്കുറിച്ച് അവർക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവർ ആ ഒരു വസ്ത്രം തന്നെ ധരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പണ്ട് മാറുമറയ്ക്കാനുള്ള ഒരു സമരം വരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് കേട്ടോ. ആ ഒരു സമരത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം ത്യാഗങ്ങളാണ് മുന്നേ നടന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു സ്ഥിതി അല്ലല്ലേ, മാറ് തുറന്നു കാണിക്കൽ എന്നുള്ളൊരു സമരത്തിലേക്ക് വരുന്നത് പോലെയാണ് എനിക്കിപ്പോ ഫീൽ ചെയ്തത് അല്ലെ. ഇവിടെ ഹണി റോസിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം ചോദിച്ചാൽ വളരെ കുറവ് തന്നെയാണ്. പ്രത്യേകിച്ചും അവരുടെ വേഷം, അവരുടെ വസ്ത്രത്തോടാണ് എല്ലാവർക്കും എതിർപ്പുള്ളത്. അല്ല എങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഹണി റോസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. കാരണം ഒരു വ്യക്തി ഒരു
ഇങ്ങനെയുള്ളൊരു സംസാരിക്കാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. ബോച്ച് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള ഒരു പദപ്രയോഗങ്ങൾ തന്നെയായിരുന്നു അല്ലെ. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ടാണ് ഈ ഒരു ദ്വയാർത്ഥ രീതിയിലുള്ള സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഇന്നർ മീനിങ് വല്ലാത്തൊരു ഇന്നർ മീനിങ് തന്നെയാണ്. ഇപ്പൊ ഈ ഹണി റോസിനെതിരെ സുചിത്ര നായരും പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്. അത് 100% ശരിയാണല്ലേ. അതായത് ഒരു ഉദ്ഘാടനത്തിന് പോയാൽ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അത് അപ്പോൾ വേണം നമുക്ക് പ്രതികരിക്കേണ്ടത്, അല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇറങ്ങി ഞാൻ പറഞ്ഞ ഇന്ന് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും പ്രതികരണം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഇന്ന് എന്നോടൊരാൾ മോശമായിട്ട് സംസാരിച്ചു, എന്നോടൊരാൾ മോശമായിട്ട് പ്രവർത്തിച്ചു, ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത്. ആണോ അല്ലയോ? ഒരിക്കലും അല്ല. ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ്, ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ്, എന്നോടൊരാൾ മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം, അവിടെ പ്രതികരിക്കണം. ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ? അതാണ് ഇപ്പൊ പിന്നെ പറഞ്ഞ പോലെ ജാതിയും മതവും ഒക്കെ നമ്മുടെ നാട്ടിലാണ് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു മുമ്പ് മാഡം പറഞ്ഞ പോലെ ഭയങ്കരമായ ക്രൂരത. നമ്മൾ സോഷ്യൽ മീഡിയ നമുക്കുള്ളത് കൊണ്ട് കണ്ടില്ലേ, ഇവർക്ക് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒരു പരിധി വരെ 80% നല്ലതാണെങ്കിൽ 20% നമുക്ക് ദോഷവും ഇവർ കാണുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നത് ഇവരെന്നല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും വരുന്നുണ്ട്. അതിൽ നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ 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 നല്ല കാര്യം. സുചിത്രയുടെ ഈ അഭിപ്രായത്തോട് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും പ്രതികരിക്കുന്നത്. അത് അവരുടെ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. സുചിത്ര പറഞ്ഞത് 100% സത്യം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക. കരണത്തടിക്കേണ്ട കാര്യമാണെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കുക, അല്ലാതെ ആ വേദിയിൽ എളിച്ചു കാട്ടി നിന്നിട്ട് കുറെ നാൾ കഴിഞ്ഞ് ബോധോദയം വരുമ്പോഴല്ല പോലീസും കോടതിയും ഒക്കെയായി പോകേണ്ടത്. അതൊന്നും മാതൃകയാക്കല്ലേ മക്കളെ. ഈ ഒരു കമന്റിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണല്ലേ. നമ്മൾ പ്രതികരിക്കേണ്ടത് അപ്പോൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ പെൺമക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലേ. അല്ലാതെ ആ ഒരു സമയത്ത് എളിച്ചു കാണിച്ചിട്ട് അത് കുറെ നാളുകൾക്ക് ശേഷമല്ല അത് പ്രതികരിക്കേണ്ടത്. പിന്നെ ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ പബ്ലിക്കിൽ പ്രതികരിച്ച് കാണത്തില്ല, അല്ലാതെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടാകാം എന്ന് പറയും. അതും അറിയത്തില്ല. ഹണി റോസ് പറയുന്നുണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഒരു 4 ചുമരുകൾക്കിടയിൽ തന്നെ അവസാനിക്കേണ്ടതായിരുന്നു അല്ലെ. അതാണ് ഇപ്പൊ വലിയ രീതിയിൽ സംഭവമായി മാറിക്കുന്നത്. എന്തായാലും ഇതോട് തന്നെ ബോച്ചയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഹണി റോസിന്റെ കരിയറിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി തന്നെ പറയാല്ലേ. ഹണി റോസിനെ ഇനി ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏകദേശം ഉദ്ഘാടന വേദികളിൽ ഇനി ഹണി റോസിന്റെ പഴയ മതിപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ. അതുപോലെ തന്നെ ബോച്ചെ ഇനി ഒരിക്കലും ഒരു ഡബിൾ മീനിങ് വാക്ക് പ്രയോഗിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നാലും ഈ ഒരു പ്രശ്നത്തിന് ആധാരമായിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ആലങ്കോട് വെച്ച് നടന്ന് ഉദ്ഘാടന വേദിയിൽ വെച്ച് ബോച്ചെ ഹണി റോസിനെ ഡബിൾ മീനിങ്ങിലൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. റോസ് ഉണ്ട്, തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ വന്നേണ്ടെന്നറിയാമോ, ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇവിടെ ഹണി റോസിനെ കുറിച്ച് ബോച്ചെ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള രീതി തന്നെയാണല്ലേ. അത് അംഗീകരിക്കുന്നുണ്ട്, അത് തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഡബിൾ മീനിങ് ആണ്. ആ ഒരു ഡബിൾ മീനിങ്ങിന് കാരണക്കാരിയും ഹണി റോസ് ആണ് എന്ന് തന്നെ പറയാല്ലേ. കാരണം അവരുടെ വേഷവിധാനങ്ങളും അത് തന്നെയല്ലേ. ഈ ഒരു ഇനാഗുറേഷൻ മാത്രമല്ല, അവരുടെ എല്ലാ ഇനാഗുറേഷനിലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള വേഷങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറയ്ക്കേണ്ടത് മറിച്ച് തന്നെ വരണം അല്ലേ. അല്ലാതെ പബ്ലിക്കിൽ തുറന്നു കാട്ടിയല്ല വരേണ്ടത്. അത് നമ്മുടെ ഈ ഒരു കേരളത്തിലാണ് ജീവിക്കുന്ന ഒരു ബോധം കൂടി വേണം. ഈ ഒരു
വേഷം കാണുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളും ചിന്തിച്ചു പോകില്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കും ഇത്. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലേ. കുഞ്ഞു മക്കൾ വരെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അതുപോലെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കാനേ നമുക്ക് പറ്റരുത്. കാരണം ഹണി റോസ് ഒരു ഇനാഗ്രേഷന് പോയി കഴിഞ്ഞാൽ അതിന്റെ വിവിധ ആംഗിളിലുള്ള വീഡിയോസ് തന്നെയായിരിക്കും, റീൽസുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ബോച്ചെ പറയാൻ ആഗ്രഹം, അത് ബോച്ചെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ആണെന്ന് മാത്രം. അത് പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചും ഈ ഒരു വസ്ത്രത്തെ കുറിച്ച്. പിന്നെ ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളെല്ലാം ഹണി റോസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് തോന്നിയത് കേട്ടോ. എല്ലാവരും ഹണി റോസിന്റെ വസ്ത്രത്തെ അനുകൂലിച്ച് തന്നെയാണ് ഓരോ ചാനലുകളിലും ഞാൻ കണ്ടത് കേട്ടോ. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. എല്ലാവരും ഹണി റോസിന്റെ വസ്ത്രത്തെ തന്നെയാണ് അനുകൂലിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭൂരിപക്ഷം ഇവരുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനുകൾ നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ഹണി റോസിന്റെ വസ്ത്രത്തെ കുറിച്ച് എതിർത്ത് തന്നെ പറയുന്നുണ്ട്. സ്ത്രീകൾ തന്നെയാണ് കൂടുതലും പറയുന്നതും, അതോടൊപ്പം പുരുഷന്മാരുമുണ്ട്. പിന്നെ ബോച്ച തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ബോച്ച ചെയ്തതും തെറ്റാണ്. ബോച്ചയെ ഞാൻ ന്യായീകരിക്കുന്നതല്ല. ബോച്ചയുടെ ഫാൻസിലുള്ള ഒരാൾ തന്നെയാണ് ബോച്ചയുടെ അതേ സ്റ്റൈലിൽ മേക്ക് ഓവർ ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച്, അതായത് ഈ ഒരു കുന്തി ദേവി എന്നുള്ള പരാമർശത്തെ കുറിച്ച് പറയുന്നുണ്ട്. കുന്തി ദേവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല ആളാണോ ചീത്ത ആളാണോ? അത് പറ. അത് സ്ത്രീയാണല്ലോ. കുന്തി ദേവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, കുന്തി ദേവി, അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല ആളാണോ ചീത്ത ആളാണോ? നല്ല ആളാണോ? അതേപോലത്തെ നല്ലൊരാളാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അവരത് നെഗറ്റീവായിട്ടാണ് കണ്ടേ. അങ്ങനെയാണെങ്കിലോ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ നല്ല ആളല്ലേ? നിങ്ങൾ പറഞ്ഞ നല്ല ആളെന്നാണ് അല്ലേ? അപ്പൊ നല്ലൊരു വ്യക്തി എന്നല്ലേ പറഞ്ഞത്, അല്ല ചീത്ത എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അതിന് ആ അർത്ഥത്തിലല്ലേ കണ്ടത്. ശരിക്കും അവർ പറഞ്ഞ കറക്റ്റ് അല്ലേ? മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടറാണ് കുന്തി ദേവി എന്ന് പറയുന്നത്. ശരിക്കും നമ്മളും പലതും കേട്ടിട്ടുണ്ടല്ലേ, മഹാഭാരതം അറിയാവുന്നവർ എല്ലാവർക്കും അറിയാം കുന്തി ദേവി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആരാണെന്നും അവര് വളരെ നല്ലൊരു സ്ത്രീ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നതല്ലേ. അപ്പം പക്ഷേ ഇവിടെ അതല്ലല്ലോ വിഷയം, ഇതിന്റെ ഡബിൾ മീനിങ് വന്നു എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബോച്ച അവിടെ ഡബിൾ മീനിങ് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിൽ 100% ഉറപ്പാണ്. അത് മറ്റൊരു അർത്ഥമില്ല. ബോച്ച പ്രതികരിക്കാനുള്ളത് ആ രീതിയിൽ പ്രതികരിച്ചു അല്ലേ. അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഇനാഗ്രേഷന് ആ ഒരു ടൈമിൽ തന്നെ ഹണി റോസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കേട്ട് നോക്കാം. ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഹണി റോസിന്റെ കഴുത്തിലിടുന്നോണ്ട് വരുമെന്നുണ്ടോ? ഇതിന് വില കൂടുമ്പോ ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവും ഇതിന്റെ റേറ്റ്. നാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. സിനിമയുടെ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് സിനിമയുടെ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് 20 വർഷമായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ ഒരു ബോച്ചയും ഹണി റോസുമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഒരു പരസ്യ ഉദ്ഘാടന വേദികളിലുള്ള. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഇനാഗുറേഷന് തന്നെ നല്ല എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ബോച്ചയുടെ ഒരു അസോസിയേഷനിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ ഇവർക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇനാഗുറേഷന് തന്നെ ഒരു 25 lakhs മുകളിൽ എന്തായാലും ഒരു ഇനാഗുറേഷന്റെ ഒരു റെമ്യൂണറേഷൻ കിട്ടാറുണ്ടായിരിക്കും അല്ലെ. അതായത് 2 വർഷം മുന്നേ ഉള്ള ഇനാഗുറേഷൻ വേദിയെ നോക്കി അന്നും ഈ ഒരു ഹണി റോസും ബോച്ചയും സന്തോഷത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. അതില് അവർ രണ്ടുപേരും ചേർന്ന് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞൂടെ ഇവര് തമ്മിൽ. അന്നൊന്നും ഹണി റോസ് പ്രതികരിച്ചിരുന്നില്ല. കാരണം ബോച്ചയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഒരു ഡബിൾ മീനിങ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു അല്ലേ. പല കാര്യത്തിനും അദ്ദേഹം ഇപ്പൊ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ തന്നെ പലരോടും ഈ ഒരു രീതിയിലാണ് പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ ബോച്ചയെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിലെ എന്റെ കമന്റ് സെക്ഷനിൽ ബോച്ചയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോച്ചയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ആ ഒരു കമന്റ് സെക്ഷനിൽ കണ്ടത്. അപ്പൊ ആ കമന്റ് ഇങ്ങനെയായിരുന്നു: ഹണി റോസിന് ഇപ്പോഴാണോ പരാതി ഉണ്ടായത്? ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങളുടെ ബോച്ച അങ്ങനത്തെ ആളല്ല.
കുറച്ച് തമാശ പറയും എന്നല്ലാതെ 30 വർഷത്തിലധികമായി ബോച്ചയുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയിലെ ഫീൽഡ് വർക്കറാണ്. ഈ ഒരു കമന്റ് ഇട്ടതും ഒരു സ്ത്രീയാണ് കേട്ടോ. അടുത്ത ഒരു സ്ത്രീയും ഇതുപോലെ കമന്റ് ഇട്ടിട്ടുണ്ട്. ബോച്ചി അങ്ങനെ ഒരു വ്യക്തിയല്ല, നല്ലൊരു മനുഷ്യനാണ്. തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞെന്നും കരുതി അദ്ദേഹത്തെ വല്ലതും പറയണ്ട. ഒരു സ്ത്രീ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞതാണ്. ഒരു പ്രോഗ്രാമിൽ നേരിട്ട് കണ്ടെന്നാണ് ഈ ഒരു വ്യക്തിയും പറഞ്ഞത്. അപ്പൊ ഈ ഒരു കമന്റും ഒരു സ്ത്രീയാണ് ഇട്ടത്. എന്നിട്ടും പറയുന്നുണ്ട് കേട്ടോ, ആയിരക്കണക്കിന് സ്ത്രീകൾ ബോച്ചയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ എത്രയോ സുന്ദരികളുമുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ പറയട്ടെ ബോച്ച ചീത്തയാണെന്ന്, അന്ന് ഞാൻ തൂങ്ങിച്ചാവാൻ തയ്യാറാണ്. അപ്പം അത്രയ്ക്കും വിശ്വാസത്തോടെ തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ല. ഈ ഒരു കേസ് വളരെ സ്ട്രോങ് ആണ്. എന്തായാലും ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ഇപ്പൊ പുറത്ത്, അതായത് പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇനി ഇതിന് പിന്നിൽ വേറെ മറ്റു വല്ലതും ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. എന്തായാലും ഹണി റോസിന്റെ പുതിയ സിനിമ വരെ, അതായത് ഇന്നലെ തന്നെ ഒരു സിനിമ റിലീസ് ആവേണ്ടതായിരുന്നു, അത് നിർത്തിവെച്ചു എന്നാണ് പുറത്തു വന്ന വിവരം.